ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് ദക്ഷിണാഫ്രിക്കയിൽ. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 9ാമത് ഏഷ്യ സാമ്പത്തിക സംവാദത്തിന് ഇന്ന് പൂനെയിൽ തുടക്കമാകും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗും ചേർന്ന് നിർവഹിക്കും. UGC കരട് ചട്ടങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ദേശീയ കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ന്യൂസിലൻഡിന് ജയം. വാർത്തകൾ വിശദമായി. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഉച്ചയ്ക്ക് 12:35-ന് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായ തന്നെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് എല്ലാ വനിതകൾക്കുമുള്ള അംഗീകാരമാണെന്ന് ശ്രീമതി രേഖ പറഞ്ഞു. धन्यवाद करना चाहूंगी अपने शीर्ष नेतृत्व का और आदरणीय प्रधानमंत्री जी का, जिन्होंने मुझ जैसी साधारण पृष्ठभूमि की बेटी को इतनी बड़ी जिम्मेदारी देकर के देश की बहनों का सम्मान बढ़ाया है. ये हर बहन के लिए एक प्रेरणादायक कहानी हो सकती है. साधारण मध्यम वर्गीय परिवार की बेटी को भी शीर्ष नेतृत्व तक जाने का मौका मिल सकता है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 20 സംസ്ഥാനങ്ങളിലെ NDA മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും കാവൽ മുഖ്യമന്ത്രി അതിഷിയെയും ദില്ലി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവിനെയും സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം നടന്ന BJP നിയമസഭാ കക്ഷി യോഗമാണ് രേഖ ഗുപ്തയെ തെരഞ്ഞെടുത്തത്. ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ശ്രീ എസ് ജയശങ്കർ ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെത്തും. 2 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉഭയകക്ഷി ചർച്ചകളിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോളയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 9ാമത് ഏഷ്യ സാമ്പത്തിക സംവാദം മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഇന്ന് ആരംഭിക്കും. ഭൌമ സാമ്പത്തിക മേഖലയെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർഷിക സംവാദമാണ് ഏഷ്യൻ ഇക്കോണമിക് ഡയലോഗ്. വിശദാംശങ്ങൾ. പൂനെ ഇന്റർനാഷണൽ സെന്ററുമായി സഹകരിച്ചാണ് 3 ദിവസത്തെ ഏഷ്യൻ ഇക്കണോമിക് ഡയലോഗ് സംഘടിപ്പിക്കുന്നത്. വിഭജന കാലഘട്ടത്തിലെ സാമ്പത്തിക പ്രതിരോധവും പുനരുജ്ജീവനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. നിർമ്മിത ബുദ്ധി, ഓട്ടോമേഷൻ, സൈബർ സുരക്ഷയുടെ സാമ്പത്തിക അനിവാര്യത, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക വശങ്ങൾ തുടങ്ങി സമകാലിക വിഷയങ്ങൾ ചർച്ചയാകും. സാമ്പത്തിക സങ്കീർണതകൾ, പ്രതിരോധ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ എന്നിവ കണ്ടെത്തുന്നതും സമ്മേളനത്തിന്റെ ലക്ഷ്യമാണ്. രാജ്യത്തും വിദേശത്തും നിന്നുമുള്ള രാഷ്ട്രീയ നേതാക്കൾ, മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, അക്കാദമിക, നയരൂപീകരണ, വ്യവസായ വിദഗ്ധർ എന്നിവർ സംവാദത്തിൽ പങ്കുചേരും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2024-25 സാമ്പത്തിക വർഷത്തെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം നടത്തിയതായും ഇത് തുടരുമെന്നും റിസർവ് ബാങ്ക്. ചില്ലറ പണപ്പെരുപ്പം 5 മാസത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലാണെന്നും RBIയുടെ പ്രതിമാസ ബുള്ളറ്റിനിൽ ചൂണ്ടിക്കാട്ടി. 2025 ജനുവരിയിൽ പണപ്പെരുപ്പം 4.3% കുറഞ്ഞത്. സോൾ ലീഡർഷിപ്പ് കോൺക്ലേവിന്റെ ആദ്യ പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് ടോബ്ഗെ മുഖ്യപ്രഭാഷണം നടത്തും. രാഷ്ട്രീയം, കായികം, കല, മാധ്യമം, ആത്മീയം, പൊതുനയം, ബിസിനസ്, സാമൂഹികം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പ്രചോദനാത്മകമായ ജീവിതയാത്രകൾ പങ്കിടും. പരാജയങ്ങളിൽ നിന്നും വിജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ യുവ പ്രേക്ഷകരെ പ്രചോദിപ്പിക്കുന്നതിനാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് ഇഷ്ടകേന്ദ്രമായി രാജ്യം മാറിയതായി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ഇതുവരെ 433 വിദേശ ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ചു. 396 എണ്ണം കഴിഞ്ഞ ദശകത്തിലാണ് വിക്ഷേപിച്ചത്. നാസ ഉൾപ്പെടെയുള്ള ലോകത്തിലെ മുൻനിര ബഹിരാകാശ ഏജൻസികൾ ഇപ്പോൾ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ കണ്ടെത്തലുകൾക്കായി കാത്തിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. 2047 ആകുമ്പോഴേക്കും 100 ജിഗാവാട്ട് ആണവോർജ്ജം എന്ന ലക്ഷ്യം രാജ്യം നിശ്ചയിച്ചിട്ടുണ്ടെന്നും കാർബൺ ബഹിർഗമനം 50% കുറയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ഇന്നലെ 1.08 കോടിയിലധികം തീർത്ഥാടകർ പുണ്യസ്നാനം നടത്തി. ഇതുവരെ 56.64 കോടിയിലധികം തീർത്ഥാടകരാണ് പുണ്യസ്നാനം നിർവഹിച്ചത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി, യുപി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് തുടങ്ങിയവർ കുംഭമേളയിൽ പങ്കെടുത്തു. വർദ്ധിച്ചുവരുന്ന സന്ദർശകരെ ഉൾക്കൊള്ളുന്നതിനായി പ്രയാഗ്രാജ് ടെർമിനൽ വികസിപ്പിച്ചിട്ടുണ്ടെന്ന് കുംഭമേളയ്ക്കെത്തിയ കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 23-ന്. മൻ കി ബാത്തിന്റെ 119-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ UGC കരട് ചട്ടങ്ങൾ സംബന്ധിച്ച ദേശീയ കൺവെൻഷൻ ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. തെലങ്കാന ഉപമുഖ്യമന്ത്രി ഭട്ടി വിക്രമാർക്ക മല്ലുവും കർണാടക, തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരായ MC സുധാകർ, ഗോവി ചെഴിയാൻ എന്നിവരും പങ്കെടുക്കും. റവന്യൂ മന്ത്രി കെ രാജൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗും ചേർന്ന് നിർവഹിക്കും. ശ്രീ JP നദ്ദ ഓൺലൈനായി പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി വീണ ജോർജ്, ശശി തരൂർ MP എന്നിവരും പങ്കെടുക്കും. വിശദാംശങ്ങൾ. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ പുതിയ മന്ദിരത്തിന് ഇപ്പോഴുള്ള 3 കെട്ടിടങ്ങളെക്കാൾ വലിപ്പമുണ്ട്. ആകെ 2.70 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണവും 9 നിലകളുമുണ്ട്. ശ്രീചിത്രയിൽ ആദ്യമായി പേവാർഡ് സൌകര്യം ഈ കെട്ടിടത്തിൽ ഏർപ്പെടുത്തും. പുതിയ കെട്ടിടത്തിലെ 170 കിടക്കകളിൽ 40 എണ്ണം പേവാർഡായി ഉപയോഗിക്കും. പഴയ കെട്ടിട സമുച്ചയവുമായി ബന്ധിപ്പിച്ച ആകാശപാതയും സജ്ജമാക്കിയിട്ടുണ്ട്. പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുമ്പോൾ 9 ഓപ്പറേഷൻ തിയേറ്ററുകൾ, MRI ആൻഡ് CT സ്കാൻ വിഭാഗം, 3 കാത്ത് ലാബുകൾ, സ്ലീപ് സ്റ്റഡി യൂണിറ്റ്, എക്കോ കാർഡിയോഗ്രഫി സ്യൂട്ട്, നോൺ ഇൻവേസീവ് കാർഡിയോളജി ഇവാലുവേഷൻ സ്യൂട്ട് എന്നിവയുമുണ്ടാകും. പുതിയ കെട്ടിടത്തിൽ ജൻ ഔഷധി കേന്ദ്രം ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് നാളെ കൊച്ചിയിൽ തുടക്കമാകും. 2 ദിവസത്തെ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, ജയന്ത് ചൌധരി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നോർക്ക റൂട്ട്സ് ചെയർമാൻ MA യൂസഫ് അലി, വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ 3000-ഓളം പേർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30-ന് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലൻഡ് പാകിസ്ഥാനെ 60 റൺസിന് തോൽപ്പിച്ചു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത കിവീസ് നിശ്ചിത 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 320 റൺസ് എടുത്തിരുന്നു. മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാൻ 47.2 ഓവറിൽ 260 റൺസ് എടുക്കുന്നതിനിടെ പുറത്തായി. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ കേരളത്തിനെതിരെ ഗുജറാത്ത് മികച്ച സ്കോറിലേക്ക്. 3-ാം ദിവസം കളി നിർത്തുമ്പോൾ ഗുജറാത്ത് ആദ്യ ഇന്നിംഗ്സിൽ 1 വിക്കറ്റിന് 222 റൺസ് എന്ന നിലയിലാണ്. കേരളത്തിന്റെ 1-ാം ഇന്നിംഗ്സ് 457 റൺസിന് അവസാനിച്ചു. കേരളത്തിനായി മുഹമ്മദ് അസറുദ്ദീൻ സെഞ്ചുറി നേടി. ദേശീയ പാരാലിമ്പിക്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തെ പാരാ അത്ലറ്റുകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തമിഴ്നാട് കായിക വികസന അതോറിറ്റിയും തമിഴ്നാട് പാരാലിമ്പിക്സ് സ്പോർട്സ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിച്ച 3 ദിവസത്തെ ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും. രാജ്യത്തെ 1476 പാരാ അത്ലറ്റുകൾ 155 ഇനങ്ങളിലായി മത്സരിച്ചു. ഈ വർഷത്തെ ലോക ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 5 വരെ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. 15 പുതിയ ഇനങ്ങൾ ഉൾപ്പെടെ 186 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ജോഹാനസ്ബർഗിൽ നടക്കുന്ന G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ S ജയശങ്കർ ഇന്ന് ദക്ഷിണാഫ്രിക്കയിൽ. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 9ാമത് ഏഷ്യ സാമ്പത്തിക സംവാദത്തിന് ഇന്ന് പൂനെയിൽ തുടക്കമാകും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗും നിർവഹിക്കും. UGC കരട് ചട്ടങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ദേശീയ കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ന്യൂസിലൻഡിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.